നമസ്കാരം, പാപ്പൻ ടൈലേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പ്രെയർ ഗണ്ണാണ്. ഗ്ലോബൽ പവറിന്റെ 827 ഒരു ഗണ്ണാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാർക്കും അത്യാവശ്യം നമുക്ക് വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെയിന്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഈ കംപ്രസറിൽ എങ്ങനെയാണ് ഇത് ഘടിപ്പിച്ച് നമ്മൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗ്ലോബൽ പവറിൻ്റെ AM827 HVPL എന്ന ഗണ്ണാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കമ്പനി ഒരു ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ 1/2 ലിറ്ററിൻ്റെ ഒരു കപ്പ്, അതായത് പെയിൻ്റൊക്കെ ഒഴിക്കാനുള്ള ഒരു കപ്പ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പെയിൻറ്റ് അകത്ത് സ്റ്റക്കായി അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റിങ് ഉപയോഗം കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യാനുള്ള സാധനമാണ് ഈ ബ്രഷ് കൊടുക്കുന്നത്. ഇതാണ് ഗണ്ണ്. ഇത് നമുക്ക് അരേഞ്ചിൻ്റെ ഓസാണ് സാധാരണ ഗണ്ണോസ്. അരേഞ്ചിൻ്റെ ഓസാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ ഓസയിലേക്ക് ഇത് ഈ ഭാഗം കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ കംപ്രസറിലേക്ക് പിരിച്ച് കയറ്റുക ചെയ്യുന്നത്. ഓക്കെ, ഗണ്ണൊന്നുള്ള പരിചയപ്പെടാം. ഈ ഗണ്ണിൻ്റെ കപ്പ് വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ 1/2 ലിറ്ററിൻ്റെ കപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗം എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആദ്യം ഇത് നമുക്ക് അഴിച്ചു നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ ആദ്യം ഉപയോഗിച്ച ശേഷം നമ്മൾ ഇങ്ങനെ അഴിച്ചെടുക്കുന്നു. അഴിച്ചെടുക്കുന്ന എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പെയിൻറ് ഉണ്ടാവും. നമ്മൾ സാധാരണ പോലെ കഴുകി കഴിഞ്ഞാൽ ആ പെയിൻറ് പോകത്തില്ല. ഇത് നമ്മൾ SP58 എന്നൊരു ടിന്നറിനകത്തിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഈ പിള്ളേർക്കൊക്കെയുള്ള ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് വരയ്ക്കുക. വരച്ച് കഴിയുമ്പോൾ പെയിൻറ് മൊത്തം പൊക്കോളും. പിന്നെ ഇതിനകത്ത് ഹോളുണ്ട്, അതൊരു 6-8 ഹോള് വരുന്നുണ്ട്. ആ ഹോള് കാണത്തക്ക രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യണം. ടിന്നറിനകത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് 5 മിനിറ്റ് വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് മൊത്തം പെയിൻറ്റ് മൊത്തം പോയി കിട്ടും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ സാധനം, ഈ ഫ്രണ്ട് ഇത് അഴിക്കാൻ പറ്റുന്നതാണ്. ഇത് അഴിച്ചിട്ട് ഇതിന് ടിന്നറിനകത്തേക്ക് ഇടുക. ടിന്നറിനകത്തിട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്തുള്ള പെയിൻറ്റ് മുഴുവൻ ഇളകിപ്പോകുന്നുള്ളൂ. അകത്തുള്ള പെയിൻറ്റ് മുഴുവൻ ഇളകിപ്പോകും. പിന്നെ നമുക്കിത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് പോയിൻറ്റും വിഡ്ത്തും, അതായത് പോയിൻറ്റ് ഈ വിരിവും കിട്ടാനുള്ള ഈ ത്രെഡ് ഇതിങ്ങനെ തിരിച്ചാൽ മതി, പോയിന്റും ത്രെഡും കിട്ടും. ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് മറ്റൊരു ഓസിൻ്റെ ഒരു സൈഡ് ഈ ഇങ്ങോട്ട് കയറ്റി കൊടുക്കുക. ഇതുപോലെ കയറ്റി കൊടുക്കുക. ഇതുപോലെ അങ്ങോട്ട് കയറ്റി കൊടുക്കുക. ഈ സൈഡിൽ നമ്മൾ ഓസ് ഇതിനോട്ട് കയറ്റി വെച്ചിട്ട് ക്ലിപ്പ് വെച്ച് ടൈറ്റ് ചെയ്യുക. അതായത് അത് ഇറങ്ങിയ പോലത്തെ ഇമാതിരി റിങ് ഉണ്ട്. ഈ റിങ് വെച്ച് നന്നായി ടൈറ്റ് ചെയ്യുക ഓസിലിട്ട്. അതിനുശേഷം ഇവിടെ ഇപ്പം ഇത് എയർ വരാനുള്ള, ഇപ്പോൾ എയർ ലോക്കാണ്, എയർ അഴിച്ചു വിടുക. ഓക്കെ, നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ഈ കപ്പ് എടുക്കുക. ഈ കപ്പ് എടുത്ത് നമ്മളിത് കറക്റ്റായിട്ട് തന്നെ ആ പിരി വെട്ടാതെ തന്നെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. അധികം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് പൊട്ടിപ്പോയി. ഈ സൈഡ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഗണ്ണ് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മൗത്ത് പിടിപ്പിക്കുക. ഇതുപോലെ മൗത്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഈ ഗണ്ണിൻ്റെ ഓസ്, ഈ കംപ്രസറിൻ്റെ ഓസ് കൊടുക്കാനുള്ള ഈ ഭാഗം ഫിറ്റ് ചെയ്യുക. ഈ ഭാഗം നമ്മൾ ഫിറ്റ് ചെയ്യുക. ഓൾറെഡി ചില കംപ്രസറിലൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഭാഗം മാത്രം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇത്ര ഫിറ്റ് ചെയ്തായിരിക്കും വരുന്നത്. ഇത്ര ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഇത് ഇവിടെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കത് എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതെന്ന് പ്രാക്ടിക്കലായിട്ട് കംപ്രസറിലേക്ക് കൊടുത്ത് കാണിക്കും. എന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പ്രാക്ടിക്കലിലേക്ക് പോകാം. നമ്മൾ ആദ്യം കംപ്രസറിലേക്ക് കൊടുക്കാനുള്ള ഓസിൻ്റെ ഈ കണക്ടർ ഉണ്ട് അവിടെ. ഈ ഒരു കണക്ടർ ടൈറ്റ് ചെയ്യുക.
ടൈറ്റ് ചെയ്ത് നമ്മളിതൊരു കംപ്രസർ പ്രാക്ടീസ് ചെയ്യാനാണ്. അപ്പോൾ കംപ്രസറിൻ്റെ ഈ ഒരറ്റം ഓൾറെഡി നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരറ്റം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ അറ്റം നമ്മൾ ഇങ്ങോട്ട് ഘടിപ്പിക്കുക. കേട്ടോ, ഇതുപോലെ തന്നെ നമ്മൾ ഘടിപ്പിക്കുക. നമ്മൾ പെയിൻറ്റിങ്ങിന് പകരം ഉപയോഗിക്കുന്നത് ചില പച്ചവെള്ളം ഉപയോഗിക്കുക. പച്ചവെള്ളം ഉപയോഗിച്ച് ഇത് കുറച്ച് നമ്മൾ വെള്ളം ഒഴിക്കുന്നു. അതിൻ്റെ സ്പ്രേ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളം നമ്മൾ ഒഴിച്ച് ഇവിടെ ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കംപ്രസർ ഓൺ ആക്കുന്നു. കംപ്രസർ ഓൺ ചെയ്യും. നമ്മൾ കുറച്ച് എയർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇത് 50 ലിറ്ററിന്റെ ടാങ്കാണ്. ഇപ്പോൾ ഒരു കുറച്ച് ആയിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മളിത് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. അപ്പം ഇത് ബ്ലാക്ക് ആയിട്ടുള്ളൊരു ബോക്സാണ്. ബോക്സ് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാൻ പറ്റും. കംപ്രസർ ഓൺ ചെയ്തിട്ട് ഇതിപ്പോൾ വീതി കിട്ടിയിട്ടുണ്ട്. പോയിന്റ് കിട്ടുന്നതിന് ചെറിയൊരു കുറച്ചിട്ട് മതി. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ചെറിയ ജനലോ അല്ലെങ്കിൽ കട്ടില്, കസാര ഇതൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ പെയിന്റ് മേടിച്ച് പെയിന്റ് ലൂസാക്കിയിട്ട് നമുക്കിത് കംപ്രസറെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പരിധി വരെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് MRF അങ്ങനെ വില കൂടിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ മാത്രം ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള പെയിന്ററെ വിളിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമുക്ക് വേറെ ഒരുപാട് പുതിയ ഐറ്റംസ് പരിചയപ്പെടുന്നതായിരിക്കും. താങ്ക് യു.